ഹായ് എവരിബഡി, എല്ലാവർക്കും മോളീസ് കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കു ആൽമണ്ട് ആൻഡ് നട്ട്സ് കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഈ ചിക്കു വർഷം മുഴുവൻ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണെങ്കിലും ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം ഈ ചിക്കുവിൽ നിന്ന് നമുക്ക് ഒത്തിരി ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സൊക്കെ കിട്ടുന്നുണ്ട്. ഇതെന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ചിക്കുവിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഫൈബർ ധാരാളമായിട്ടുള്ളതുകൊണ്ട് ഡൈജഷൻ വളരെ ഈസിയാക്കാൻ ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇത് റിച്ച് ഇൻ മിനറൽസും ഫോസ്ഫറസ് അയണെല്ലാം ഒത്തിരി അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ ഈ ചിക്കുവിൽ കോപ്പറും കാൽസ്യമൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ കാൽസ്യവും കോപ്പറൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ബോണൊക്കെ ഒത്തിരി വീക്ക് ആകുന്നതുകൊണ്ട് വീട്ടിൽ തന്നെ നാച്ചുറലായി കിട്ടുന്ന ഈ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോൺ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഈ ചിക്കു ഫ്രൂട്ടിലുള്ള വിറ്റാമിൻ എ, സി, ഇ, കെ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ സ്ട്രോങ് ആകാനും സ്കിൻ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ക്യാൻസർ റിസ്ക്കൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കും. ഇത്രയേറെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഈ ചിക്കു നമുക്ക് ജ്യൂസായിട്ടോ ഷേക്കായിട്ടോ ഐസ്ക്രീമായിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഈ ചിക്കു പറിച്ചെടുക്കുമ്പോൾ ഇതിൽ പാല് പോലെ ഒരു കറയുണ്ട്. ഒരു 10 മിനിറ്റ് പറിച്ച് വെച്ചാൽ മതി. കറ നല്ലപോലെ ഉണങ്ങി കിട്ടും. അതിനുശേഷം ഇത് നന്നായി കഴുകി തൊലി കളഞ്ഞ് ഒരു 6 ചിക്കുവാണ് ഞാനിവിടെ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത്. നല്ലതുപോലെ പഴുത്തത് തന്നെയാണ്. ഈ മിക്സിയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലും കൂടി ഒഴിച്ച് മിക്സിയുടെ നാർ നല്ലവണ്ണം അടച്ച് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇവിടെ മിക്സിയുടെ ജാറിൽ തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മിശ്രിതം മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ബൗളിലേക്കാക്കി ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലവണ്ണം പതപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഐസ്ക്രീം ആകാൻ വേണ്ടി. ഇനി ഐസ്ക്രീം റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലിട്ടിരിക്കുന്ന ആൽമണ്ടും കാഷ്യൂനട്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇനി ഒരു ചെറിയ ചിക്കു വളരെ ചെറിയ സ്ലൈസാക്കി വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഞാനൊരു സ്വല്പം ക്രഷ്ഡ് ആൽമണ്ടും കാഷ്യൂനട്ടും പീസാക്കിയ ചിക്കുവും വെച്ചിരുന്നു. അതുകൂടി ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫ്രീസർ മാക്സിമത്തിലാക്കിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഫ്രീസറിൽ ഒരു 8 hours വെച്ച് കൊടുക്കാം. ആഫ്റ്റർ 8 hours ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റുള്ളതുമായ ഒരു ഐസ്ക്രീമാണിത്. പിള്ളേർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടും. അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പുതിയ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ.